വഴുതനങ്ങ റോസ്റ്റ് ചെയ്യുന്നത് കാണാം. വഴുതനങ്ങ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇത് 300 ഗ്രാം വഴുതനങ്ങയുണ്ട്. വെള്ളത്തിൽ അരിഞ്ഞിട്ട് ഊറ്റിയെടുക്കാം. തീ കത്തിച്ച് അടുപ്പിൽ പാൻ വെച്ച് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ശേഷം അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. മുറിച്ച് വഴുതനങ്ങ ചേർത്ത് ഇളക്കാം. ഒരു സവാള കനം കുറച്ച് അരിഞ്ഞതും പച്ചമുളക് ചേർക്കാം. 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം. വഴുതനങ്ങ കഷ്ണങ്ങൾ ഇപ്പോൾ ചെറുതായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് കറിവേപ്പില ഇടാം. കറിവേപ്പില മഞ്ഞൾപ്പൊടി ഇട്ടതിനു ശേഷം ഇടാവൂ. 1 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ വറുത്ത ചെറിയ ജീരകം പൊടിച്ചതും ചേർത്ത് ഇളക്കാം. 2 മിനിറ്റ് ചെറുതീയിൽ അടച്ചുവെച്ച് വേവിക്കാം. ശേഷം 4-5 തുള്ളി നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കാം. വീണ്ടും ഇളക്കാം. വഴുതനങ്ങ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യണേ.